Hello, folks. Welcome back to Shahnaz in Wonderland. I'm taking the opportunity to congratulate all the students of 10th standard. CBSE റിസൾട്ട്സ് വന്നിട്ടുണ്ട്. പ്രത്യേക 10th സ്റ്റാൻഡേർഡിൻ്റെ കേട്ടും പിന്നെ SSLC വന്നോ ഇല്ലേ എന്നറിയില്ല, വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ CBSE റിസൾട്ട്സ് നോക്കുമ്പോൾ കുറേ ടോപ്പേഴ്സ് ഉണ്ട്. ഫുൾ മാർക്സ് കിട്ടിയ കുറേ മിടുക്കന്മാരും മിടുക്കികളുണ്ട്. കൺഗ്രാജുലേഷൻസ്. അപ്പം അതിനേക്കാളും കുറച്ച് കുറവ് എല്ലാ കുട്ടികളും നല്ല മാർക്സാണ് മേടിച്ചത്. അതിന് ശരിക്കും നമ്മൾ കൺഗ്രാജുലേറ്റ് തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും വലിയ നിസ്സാര കാര്യമാണ്. ശരിക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അവർ പെട്ടെന്ന് ഒന്നും മാജിക് പോലെ അവർക്ക് കിട്ടിയതല്ല. അതൊരു വേറെ കാര്യം. അവർ ഹാർഡ് വർക്ക്, പിന്നെ കൺസിസ്റ്റൻസി, എയിം ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ എത്ര നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ശരിക്കും ഈ ചെറിയ മിടുക്കന്മാരും മിടുക്കികൾ നമ്മൾ എത്ര ബെസ്റ്റ് വിഷസും കൺഗ്രാജുലേറ്റ് ചെയ്താലും മതിയാവില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിലുള്ള കുട്ടികളോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. വെച്ചാൽ പെട്ടെന്ന് ഒരു മാജിക് പോലെ ഒരു മാജിക് വാൻഡ് കൊണ്ടോ ഒരല്ലാതിൻ്റെ അത്ഭുത വിളക്ക് കൊണ്ടോ മാർക്ക് കിട്ടൂല. നമുക്കിത് ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. ചെറിയ പ്രായത്തിൽ തന്നെ ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാ കുട്ടികളും തന്നെ ഡെയിലി പഠിപ്പിക്കുന്ന ഡെയിലി ഫിനിഷ് ചെയ്യുക. വീക്ക് ആകുമ്പോൾ അതുവരെ ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഹാർഡായിട്ട് തോന്നില്ല. തുമ്പിനെ കൊണ്ട് ഭാരം ചുമത്തുന്ന പോലെ എല്ലാം കൂടി പെട്ടെന്ന് ഒരു ചെറിയ കുട്ടീൻ്റെ തലയിൽ കയറ്റാൻ പാടില്ല. നമ്മൾ ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങണം. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്. ഞാനും ഒരു ഇമ്മച്വർ പേരൻ്റായിരുന്നു. ഞാൻ കണ്ടതും കേട്ടതും കുട്ടികളെ പഠിപ്പിച്ചതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതാണ്. അതായത് കുട്ടികൾക്ക് കുറച്ച് ഹാർഡായിരിക്കും. നമ്മൾ അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കണം. അവർ ആ പാത്തിലേക്ക് കയറ്റി കൊടുക്കണം. ചിലപ്പോൾ ഹാർഡ് സെൻറ്റൻസ് ആയിരിക്കും, ചിലപ്പോൾ ഹാർഡ് വേർഡ്സ് ആയിരിക്കും. അത് പെട്ടെന്ന് ഒരു മാജിക് പോലെ കുട്ടികൾ പഠിക്കില്ല. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരെ പഠിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എൻ്റെ അടുത്ത് 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല മിടുക്കികളാണ്. അവർ കൊറോണ സമയത്ത് ദുബായിൽ നിന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അവർ മലയാളം ഭയങ്കര വീക്കായിരുന്നു. മലയാളം തമിഴ് പറയുന്ന പോലെയായിരുന്നു പറയാം. ഓരോ സെൻറ്റൻസ് ആൻസറിൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സെൻറ്റൻസ് അവർ പിന്നെയും പഠിച്ച് അവർ കോപ്പറേറ്റ് ചെയ്ത് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അതിൽ പറഞ്ഞു കൊടുത്ത് അവരാണ് കോപ്പറേറ്റ് ചെയ്ത് അത് പിന്നെയും പഠിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു പെർഫെക്റ്റായി. പിന്നെ ഇപ്പോൾ നന്നായിട്ട് സാഹിത്യം എഴുതുന്നുണ്ട് ആ കുട്ടികൾ. മലയാളം പെർഫെക്റ്റായി. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ ബേസിൽ തന്നെ ഒരു ഹാർഡ് വേർഡ് ഉണ്ടെങ്കിൽ അത് ഇന്നൊന്നും ഇരിക്കാം. നാഗ് ചെയ്യാൻ പാടില്ല. നമ്മളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പഠിക്കണം എന്ന് ഇമ്പോർട്ടൻ്റാണ്. അക്കാഡമിക്കലി പഠിക്കണം, പെർഫെക്റ്റ് അല്ലെങ്കിൽ നല്ല മാർക്സ് കിട്ടണമെന്ന് അത്യാവശ്യമാണ്. അല്ലാണ്ട് നമുക്കത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി പോകുമ്പോഴും അതും ഇമ്പോർട്ടൻറ്റ് ഫേസാണ്. അത് SSLCയും CBSEയും ഹയർ സെക്കൻഡറി കഴിഞ്ഞാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ല മാർക്കായിരിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ കൂടും. അപ്പോൾ പിന്നെ +2ലും അഡ്മിഷൻ കിട്ടാനും പിന്നെ പ്രൊഫഷണൽ കോളേജസിലും പിന്നെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും അത് എയിം ചെയ്തിട്ട് തന്നെ ചെറുപ്പത്തിലെ തുടങ്ങി പഠിക്കുന്നത്. പഠിക്കാണ്ട് നിൽക്കാൻ പറ്റില്ല. പഠിച്ചാൽ അവർക്ക് തന്നെ എളുപ്പമായിരിക്കും. ചെറുപ്പത്തിലേ പഠിച്ച് വന്നാൽ ആ ഒരു ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ഈസി ആയിരിക്കും പഠിക്കാൻ. അപ്പോഴത്തെ പഠിച്ച് വരുമ്പോൾ വലിയ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് അവരത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കും. പിന്നെ ഇപ്പോൾ പല കോഴ്സസ് ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർ ഏതിലെങ്കിലുമൊക്കെ എയിം ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പഠിച്ച് അങ്ങനെ നമ്മൾ വേണം, പേരൻസ് ടീച്ചേഴ്സ് വേണം കുട്ടികൾക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവർ പുഷ് ചെയ്യാൻ, ആ പാത്തിലേക്ക് പുഷ് ചെയ്യാൻ. അത് ലൈറ്റ്ലി എന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളി അല്ല. അവർ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് അവർ അന്നന്നത്തത് പഠിച്ചെടുക്കുക. ചിലപ്പോൾ ഹാർഡാണെങ്കിൽ അന്ന് പഠിപ്പിക്കുക. പിറ്റേന്ന് ഒന്നും കൂടി പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയാവും. അതിൻ്റെ പിറ്റേന്ന് പഠിക്കുമ്പോൾ അത് ശരിയായി വരും. അങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പോകണം. അങ്ങനെ പഠിച്ചിട്ടാണ് ഈ കുട്ടികൾ നല്ല മാർക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും നല്ല ബെസ്റ്റ് വിഷസ്. ഈ കുട്ടികൾക്കും SSLC ഹയർ സെക്കൻഡറി ഇനി വരുന്ന കുട്ടികൾക്കും മാർക്സ് വരുന്ന കുട്ടികൾക്കും റിസൾട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് വിഷസ്.